നമസ്കാരം. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതിനകത്ത് ജയിൽ വകുപ്പിൻ്റെ ഘടനയും പ്രവർത്തനവും എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. നേരത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമി എന്തെങ്കിലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പുസ്തകം തീർച്ചയായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 85 രൂപ വിലയുള്ള ഒരു പുസ്തകമാണ്. പുസ്തകത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരാം. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ ഭാഗം അത് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് പ്രിസൺ റൂൾസ് അഥവാ ജയിൽ ചട്ടങ്ങൾ നിലവിൽ വരുന്നത് 1958 പറഞ്ഞു. 1894 ഇന്ത്യൻ പ്രിസൺ ആക്ട്, 1950 ട്രാവൻകൂർ കൊച്ചിൻ പ്രിസൺ ആക്ട്, ഇവയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് ജയിൽ ചട്ടങ്ങൾ വരുന്നത് 1958 എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട നിയമം പറഞ്ഞു. ജയിലുമായി ബന്ധപ്പെട്ട് വളരെ നൂതനമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു നിയമം നമ്മൾ പരിചയപ്പെട്ടു. അതാണ് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട്. ആ നിയമം വന്നത് എന്നാണ്? ആ നിയമം വന്നത് 2010 ആ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടതാണ്. അവിടെ നിന്നാണ് ഈ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ പലതും വരുന്നത്. അപ്പോൾ ആ നിയമം 2010 വന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചട്ടങ്ങൾ, റൂൾസ് വന്നത് എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ചട്ടങ്ങൾ വന്നത് 2014 പറഞ്ഞു. ഇനി നമ്മൾ ആ നിയമത്തിനകത്തോട്ടാണ് വരുന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് 2010. അപ്പൊ ആ നിയമത്തിനകത്തോട്ട് വരുമ്പോൾ അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. ഞങ്ങൾ ഈ നിയമത്തിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്നതാണ് എന്നൊക്കെ ആദ്യം എല്ലാ നിയമത്തിലും കൊടുത്തിരിക്കും. അതിനെ നമ്മൾ പറയുന്നത് നിർവചനം എന്നാണ്. എന്താണ് നിർവചനം? ഡെഫിനിഷൻ. അപ്പോൾ ഈ പറഞ്ഞ നിയമത്തിൽ ചില നിർവചനങ്ങളുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് കൊള്ളാം. അപ്പോൾ അത് നോക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി. ഈ നിയമത്തിൽ പല സ്ഥലത്തായിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ നിയമത്തിൽ കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 18 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു കുറ്റവാളി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ നിയമത്തിൽ ഈ പറഞ്ഞ സെക്ഷൻ 2, ആ 2-നകത്ത് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നു കൗമാരപ്രായത്തിലുള്ള കുറ്റവാളി അഥവാ 18 വയസ്സിനും 21 വയസ്സിനും ഇടയ്ക്കുള്ള കുറ്റവാളി. അതുപോലെ പ്രായപൂർത്തിയായ തടവുകാരൻ. ഈ നിയമത്തിൽ ഞങ്ങൾ പ്രായപൂർത്തിയായ തടവുകാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? 21 വയസ്സിന് മുകളിലുള്ള ആളെ നമ്മൾ പ്രായപൂർത്തിയായ തടവുകാരൻ എന്ന് പറയുന്നു, അല്ലെ? 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു തടവുകാരൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ ആഫ്റ്റർ കെയർ ഹോം എന്ന് ഞങ്ങൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ കെയർ ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞ ജയിലിലെ ജീവിതമെല്ലാം കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ തടവ് പുള്ളി സ്വതന്ത്രനായിട്ട് ഇനി നേരെ വീട്ടിൽ പോകണം, അല്ലേ? പക്ഷേ അയാൾക്ക് വീടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന് ഏതെങ്കിലും ഇടങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഇടങ്ങളെയാണ് ഈ നിയമത്തിൽ ഞങ്ങൾ ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ ഈ നിയമത്തിൽ ആഫ്റ്റർ കെയർ സർവീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ കെയർ സർവീസ് അതിൻ്റെ നിർവചനം എന്താണ്? അപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ തടവ് പുള്ളി എവിടെയാണ്? ജയിലിലാണ്. ഇപ്പോൾ അയാൾ സ്വതന്ത്രനാകുന്നു. അങ്ങനെ സ്വതന്ത്രനാകുന്ന തടവ് പുള്ളിക്ക്, കുറേ കാലം ജയിലിൽ കഴിഞ്ഞ തടവ് പുള്ളിക്ക് പെട്ടെന്ന് സമൂഹവുമായിട്ട് ഇടപഴകാൻ കഴിയണമെന്നില്ല, അല്ലേ? അപ്പോൾ ഒരു ഉത്തമ പൗരനായിട്ട് സമൂഹവുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി കഴിയുന്നതിനുള്ള ഒരു പരിശീലനം അവന് ലഭ്യമാക്കണം. അതിനുള്ള സേവനം അവന് നൽകണം. ആര് നൽകണം? സർക്കാർ നൽകണം.
സർക്കാരാണ് ഇത്രയും നാൾ പിടിച്ചകത്തിട്ടിരുന്നത് അല്ലേ. അപ്പോൾ അവൻ സ്വതന്ത്രനായിട്ട് പുറത്തോട്ട് വരുമ്പോൾ സമൂഹവുമായിട്ട് നന്നായിട്ട് ഇടപഴകി ജീവിക്കാനും നല്ല ഉത്തമ പൗരനായി ജീവിക്കാനുമുള്ള ശേഷി അവൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ആ സർവീസിനെയാണ് എന്ത് വിളിക്കുന്നത്? ആഫ്റ്റർ കെയർ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആഫ്റ്റർ കെയർ സർവീസൊക്കെ സാധാരണഗതിയിൽ സെൻട്രൽ ജയിലുകൾ കേന്ദ്രീകരിച്ചായിരിക്കും സർക്കാർ ഒരുക്കുക, ആഫ്റ്റർ കെയർ സർവീസ്. അപ്പോൾ ഈ നിയമത്തിൽ ആഫ്റ്റർ കെയർ ഹോം എന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ കെയർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേണം. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഡെറ്റിന്യൂ. എന്താണ് ഡെറ്റിന്യൂ? അപ്പോൾ നിയമത്തിൽ പറയുന്നു, ഡെറ്റിന്യൂ അതിൻ്റെ നിർവചനം കൊടുത്തിട്ടുണ്ട്, കരുതൽ തടങ്കലിൽ എടുക്കപ്പെട്ട ഒരാൾ. കരുതൽ തടങ്കലിൽ വെക്കുന്ന സാഹചര്യം ഏതാണ്? സത്യത്തിൽ അയാൾ ഇപ്പോൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നാളെ കുറ്റം ചെയ്തേക്കാം എന്ന് ഒരു ആശങ്കയുള്ളത് കൊണ്ട് ചിലപ്പോൾ ചില കേസുകളിൽ ചിലരെ എന്ത് ചെയ്യും, കരുതൽ തടങ്കലിൽ വയ്ക്കും അല്ലേ. ഇപ്പോൾ നാട്ടിൽ ഉത്സവം നടക്കാണ്. അപ്പോൾ ഒരു സാധാരണ ഗതിയിൽ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ആസ്ഥാന കള്ളനുണ്ട്. ആസ്ഥാന കള്ളൻ നാട്ടിൽ ഉത്സവം നടക്കുമ്പോൾ നാട്ടുകാരെല്ലാം ഉത്സവ പറമ്പിലായിരിക്കും. ഇവൻ ഈ പറഞ്ഞ മോഷണത്തിന് തുനിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട്. തൽക്കാലം അവനെ കരുതൽ തടങ്കലിൽ അങ്ങ് വയ്ക്കും. അപ്പോൾ അവൻ ആരായി? ഡെറ്റിന്യൂ ആയി. അവൻ മോഷ്ടിച്ചോ? ഇല്ല അല്ലേ. നാളെ ഈ പറഞ്ഞ ബന്ദിനെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുണ്ട്, നാളെ ആക്രമണം ഉണ്ടായേക്കും, ഇന്ന പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്ന് ആക്രമണമൊക്കെ ഉണ്ടാകിയേക്കും എന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട പാർട്ടിയുടെ അത്തരത്തിലുള്ള ഒരു നേതാവിനെ തൽക്കാലം എന്ത് ചെയ്യും? ഈ പറഞ്ഞ കസ്റ്റഡിയിൽ എടുക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ തടങ്കലിൽ വയ്ക്കും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കരുതൽ തടങ്കൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ പറഞ്ഞ കരുതൽ തടങ്കലിൽ എടുക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെറ്റിന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിൽ പറയുന്നു ഡെറ്റിന്യൂ എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കാര്യമാണ്. അപ്പോൾ അത് മനസ്സിലായോ? ശരി. ഇനി അത് കഴിഞ്ഞിട്ട് അകമ്പടി സന്ദർശന സമയം. നമ്മൾ ഈ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. സാധാരണഗതിയിൽ തടവ് പുള്ളികൾക്ക് ജയിലിൽ കഴിയുന്ന സമയത്ത് അവധിയൊക്കെ അനുവദിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടിയന്തര അവധി കിട്ടും. പെട്ടെന്നൊരു അത്യാവശ്യം വരും, ആരെങ്കിലുമൊക്കെ മരിച്ചു പോവുകയോ മറ്റോ ചെയ്താൽ അടിയന്തരമായിട്ടുള്ള അവധി ലഭ്യമാക്കാനായിട്ട് പറ്റും. പക്ഷേ അവധിയോ അടിയന്തര അവധിയോ ലഭ്യമാക്കാൻ പറ്റാത്ത തടവ് പുള്ളികളുമുണ്ട്. സൽസ്വഭാവികളായിരിക്കത്തില്ല, അപകടകാരികളായിട്ടുള്ള തടവ് പുള്ളികളായിരിക്കാം, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവ് പുള്ളികളായിരിക്കാം. അങ്ങനെയുള്ള ഈ പറഞ്ഞ ഏതെങ്കിലും വിധത്തിൽ അവധിയോ അടിയന്തര അവധിയോ നൽകാൻ പറ്റാത്ത തടവ് പുള്ളികളെ അവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് പുറത്തു പോവേണ്ടി വന്നാൽ അയാളെ മാത്രമായിട്ട് വിടത്തില്ല, പോലീസ് കൂടി എന്ത് ചെയ്യും? അവരുടെ കൂട്ടത്തിൽ പോവും. കൂട്ടത്തിന് പോയിട്ട് അവിടെ എവിടെയാണോ അയാൾക്ക് പോകാനുള്ളത് അവിടം വരെ അയാളെ കൊണ്ടുപോകുകയും അത് കഴിഞ്ഞിട്ട് തിരിച്ച് അയാളെ വീണ്ടും ഈ പറഞ്ഞ ജയിലിലോട്ട് കൊണ്ടുവരികയും ചെയ്യും. അതുവരെ ആരുണ്ടായിരിക്കും? ഈ പറഞ്ഞ അകമ്പടിയായിട്ട് പോലീസുകാർ, ജയിലിലെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. അതാണ് ഈ പറഞ്ഞ അകമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അകമ്പടി സന്ദർശന സമയം, എവിടെയെങ്കിലും പോയിട്ട് വരാനുള്ള സമയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള ഒരാൾക്ക് കാസർഗോഡാണ് പോയിട്ട് വരാനുള്ളത്. അപ്പോൾ കാസർഗോഡ് പോകാനായിട്ടുള്ള ഒരു സമയമുണ്ട്, അവിടെ പോകാനുള്ളൊരു സമയം, തിരിച്ച് വരാനുള്ളൊരു സമയം. ആ സമയം ഒഴിച്ചിട്ടുള്ള 24 മണിക്കൂർ അല്ലേ. അകമ്പടി സന്ദർശന സമയം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഉള്ള സമയം ഒഴിച്ചിട്ടുള്ള 24 മണിക്കൂറാണ് അകമ്പടി സന്ദർശന സമയം എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ നിയമത്തിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം, എന്താണ് അകമ്പടി സന്ദർശന സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഹിസ്റ്ററി ടിക്കറ്റ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ചരിത്രം. ആരുടെ ചരിത്രമാണ് ഇവിടെ? ഇവിടെ തടവ് പുള്ളിയുടെ ചരിത്രമാണ്. ഏതൊക്കെ കേസിൽ ഈ തടവ് പുള്ളി ബന്ധപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ കേസിലാണ് ശിക്ഷ അനുഭവിക്കുന്നത്, ഇയാളുടെ ഈ പറഞ്ഞ മുൻ പ്രവർത്തികൾ എങ്ങനെയാണ്, ഇപ്പോൾ ഇയാൾ എങ്ങനെയാണ്, നേരത്തെ എന്തെങ്കിലും ഈ പറഞ്ഞ ബാഡ് മാർക്ക് വല്ലതും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു തടവ് പുള്ളിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയുണ്ടാവും. ആ രേഖയാണ് ഹിസ്റ്ററി ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? ഈ നിയമത്തിൽ പറയുന്ന ചില നിർവചനങ്ങളാണ്. മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അധ്യായം 3, കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് 2010. അതിലെ അധ്യായം 3. അതിലെ അധ്യായം 3 എന്താണ് പറയുന്നത്? ഈ അധ്യായം പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, അതുകൊണ്ട് ഈ അധ്യായം ഓർത്ത് വയ്ക്കണം. അധ്യായം 3 പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തെക്കുറിച്ചാണ്. ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ശരിയായ പരിശീലനം നൽകണം.
അതിനെക്കുറിച്ചാണ് ഏതിൽ പറയുന്നത്? അധ്യായം 3 പറയുന്നത്. അധ്യായം 3 സെക്ഷൻ 11 ജയിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട് പരിശീലനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ഉണ്ടായിരിക്കണം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കണം എന്ന് ഏതിൽ പറയുന്നു? അധ്യായം 3 പറയുന്നു. അപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് അധ്യായത്തിലാണ്? അധ്യായം 3 ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് വേണം എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 11. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഓർത്ത് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, കേരളത്തിൽ ആദ്യമായിട്ട് ജയിൽ പരിശീലന സ്കൂൾ പൂജപ്പുരയിൽ വരുന്നത് 1957 എന്ന് നമ്മൾ പഠിച്ചു. ആ 57 വന്ന ജയിൽ പരിശീലന സ്കൂളിന് പിന്നീട് വേറൊരു പേര് നൽകി. ആ പേരിന്റെ ചുരുക്കെഴുത്താണ് ഏത്? സിക്ക, അല്ലെ? സിക്ക, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ സിക്ക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജയിൽ പരിശീലന സ്കൂള്, ആ ജയിൽ പരിശീലന സ്കൂള് 1957 തുടങ്ങി. അതിന് പിന്നീട് 1988 വേറൊരു പേര് നൽകി. അതിപ്പോൾ അറിയപ്പെടുന്നത് ഈ പേരിലാണ്, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെ? ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തിരുവനന്തപുരത്ത് പൂജപ്പുരയിലാണ്, അല്ലെ? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ജയിൽ ട്രെയിനിങ് സ്കൂളിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ ആര് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ജി രാമചന്ദ്രൻ. ആരാണ്? ജി രാമചന്ദ്രനാണ് ഈ പറഞ്ഞ ജയിൽ പരിശീലന സ്കൂളിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെയുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയായിട്ട് നിയമിക്കപ്പെടേണ്ട ആൾക്ക് ഒരു യോഗ്യത വേണം. എന്താണ് വേണ്ട യോഗ്യത? ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺ. അങ്ങനെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺ, അല്ലെ? ആ പറഞ്ഞ റാങ്കിൽ കുറയാത്ത ഒരാളായിരിക്കണം. ആ പറഞ്ഞ സ്ഥാനത്തെ നമ്മൾ വിളിക്കുന്നത് ഡയറക്ടർ എന്നാണ്. സിക്കയുടെ മേധാവി എന്ന് പറഞ്ഞാൽ സിക്കയുടെ ഡയറക്ടർ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഈ പറഞ്ഞ നിയമത്തിൽ, അതായത് കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസ് മാനേജ്മെന്റ് ആക്ട് 2010 പറയുന്നത് അധ്യായം 3 ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്ന് പറയുന്നത് അധ്യായം 3 സെക്ഷൻ 11 ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ജയിലിൻ്റെ പ്രവർത്തനങ്ങളിലോട്ട് വരാം. ജയിലിൻ്റെ ചില പ്രവർത്തനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയേക്കാണ്. ഒന്ന്, തടവുകാരനെ സുരക്ഷിത കസ്റ്റഡിയിൽ വയ്ക്കുക. ഇത് ജയിലിന്റെ പ്രവർത്തനങ്ങളിൽ വരുന്ന ഒന്നാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു കോടതി അല്ലെങ്കിൽ കോടതിക്ക് തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും ഈ പറഞ്ഞ ക്ഷമതയുള്ള സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള ഈ പറഞ്ഞ സ്ഥാപനങ്ങളാണ് ഒരാളെ എവിടോട്ട് അയച്ചത്, ഒരു തടവ് പുള്ളി എങ്ങോട്ട് അയച്ചത്? ജയിലിലോട്ട് അയച്ചത്. അപ്പോൾ അവരുടെ കാര്യത്തിന് അവരെന്ത് വേണം? ഈ പറഞ്ഞ അവരെ സുരക്ഷിതമായിട്ടുള്ള കസ്റ്റഡിയിൽ ആര് സൂക്ഷിക്കണം? ജയിൽ സൂക്ഷിക്കണം. അയച്ചത് ആരാണ്? കോടതിയാണ്, അല്ലെങ്കിൽ അതുപോലെ ക്ഷമതയുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞ ഒരു തടവ് പുള്ളിയെ, ഒരാളെ കുറ്റക്കാരനെ എങ്ങോട്ട് അയച്ചത്? ജയിലിലോട്ട് അയച്ചത്, അല്ലേ? അപ്പോൾ അവരെ എന്ത് ചെയ്യണം? സുരക്ഷിത കസ്റ്റഡിയിൽ വയ്ക്കണം. അത് ജയിലിൻ്റെ പ്രവർത്തനത്തിനകത്ത് വരുന്ന ഒന്നാണ്. അടുത്തത്, കുറ്റവാസന ഇല്ലാതാക്കുന്നതിനുള്ള പരിശീലനം നൽകുക, അല്ലെ? നമ്മൾ ഈ നിയമത്തെ പറയുന്നത് എന്താണ്? കറക്ഷണൽ സർവീസസ് എന്നാണ്. കറക്ഷണൽ സർവീസ് എന്ന് പറഞ്ഞാൽ സംശുദ്ധീകരണ സേവനം. അതായത് ഒരു കുറ്റവാളിയെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നല്ല മനുഷ്യനാക്കി മാറ്റിയെടുക്കും. അതാണ് ജയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്ഷണൽ സർവീസസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറ്റവാസന ഇല്ലാതാക്കുന്നതിനുള്ള പരിശീലനം നൽകേണ്ടതും ജയിലിൻ്റെ പ്രവർത്തനങ്ങളിൽ വരുന്നു. ആരോഗ്യകരമായിട്ടുള്ള സാമൂഹ്യ വീക്ഷണഗതി തടവുകാരനിൽ വളർത്തുക. ഒരു പക്ഷേ അവൻ ജനിച്ച സാഹചര്യം, അല്ലെങ്കിൽ വളർന്ന സാഹചര്യം, അല്ലെങ്കിൽ അവനെ വളർത്തിയ സാഹചര്യം, അവനെ പഠിപ്പിച്ച സാഹചര്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് ഒരു പക്ഷേ വഴിതെറ്റിപ്പോയ ഒരുത്തനായിരിക്കാം. അവനെ എന്ത് ചെയ്യണം? അവനെ ഈ പറഞ്ഞ നല്ല സാമൂഹിക വീക്ഷണമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ ആരുടെ ജോലിയാണ്? ജയിലിൻ്റെ ജോലിയാണ്. അത് ജയിലിൻ്റെ പ്രവർത്തനത്തിൽ വരുന്നു. ആരോഗ്യകരമായിട്ടുള്ള സാമൂഹ്യ വീക്ഷണഗതി തടവുകാരനിൽ വളർത്തുക എന്നുള്ളത് ജയിലിൻ്റെ പ്രവർത്തനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തടവുകാരുടെ ശാരീരികവും മാനസികവും സാൻമാർഗികവുമായ ഉന്നതി, അവൻ്റെ ശാരീരികമായിട്ടുള്ള ഉന്നതി, മാനസികമായിട്ടുള്ള ഉന്നതി, അതുപോലെ പ്രധാനമാണ് സാൻമാർഗികമായിട്ടുള്ള ഉന്നതി, അത് കൈവരിക്കാൻ അവനെ സഹായിക്കുക എന്നുള്ളതും ജയിലിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ജയിലിൻ്റെ പ്രവർത്തനം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നാൽ ഇതിൽ സംശയം തോന്നരുത്, ഇതെല്ലാം ജയിലിൻ്റെ പ്രവർത്തനമാണ്. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനകത്ത് നിങ്ങൾ തെറ്റുവരുത്തും. എന്താണ് ആ ചോദ്യം എന്നറിയാമോ? ഇതെല്ലാം ജയിലിൻ്റെ പ്രവർത്തനമാണ്. ജയിലിൻ്റെ ഏറ്റവും പരമമായ പ്രവർത്തനം ഏത്?
അല്ലെങ്കിൽ ജയിലിൻ്റെ ഏറ്റവും പ്രധാന പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാൽ കുറ്റവാസന ഇല്ലാതാക്കുക, ആരോഗ്യകരമായ അതൊന്നുമല്ല. ഏറ്റവും പ്രധാന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ തടവുകാരനെ സുരക്ഷിത കസ്റ്റഡിയിൽ വയ്ക്കുക എന്നുള്ളതാണ് ജയിലിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള പ്രവർത്തനം. ബാക്കിയൊന്നുമില്ല. അതുപോലെ ഈ പറഞ്ഞ് തുറന്നു വിട്ടാലും കുഴപ്പമില്ല, പക്ഷെ സുരക്ഷിത കസ്റ്റഡിയിൽ എന്ത് ചെയ്യണം? വയ്ക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. തടവുകാരൻ്റെ അവകാശം. ജയിലിൽ തടവുകാരന് അവകാശങ്ങളുണ്ട്, അല്ലേ? അവൻ അവിടെ ജയിലിലെ അടിമയൊന്നുമല്ല. അപ്പം ജയിലിൽ തടവുകാരന് അവകാശമുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മതവിശ്വാസം തുടരുന്നതിന്, അല്ലെ? ജയിലിൽ അവൻ്റെ മതവിശ്വാസം തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവൻ്റെ മതവിശ്വാസത്തിൽ ജയിലിൽ അവന് ജീവിക്കാം. മതിയായ ആഹാരക്രമം. 3 നേരം ആഹാരം എന്തായാലും കിട്ടും, വൈകുന്നേരം ചായയും കിട്ടും. ഇത് പോരാ എന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനുണ്ട്, ക്യാൻറ്റീനിൽ കയറി കഴിക്കാം. അതിന് സർക്കാർ പൈസ കൊടുക്കത്തില്ല, അവൻ ജോലി ചെയ്ത പൈസ അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ മതിയായ ആഹാരക്രമം. 3 നേരം എന്തായാലും ഈ പറഞ്ഞ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ന്യായമായ ആഹാരം തടവ് പുള്ളികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മതിയായ ആഹാരക്രമം അവൻ്റെ അവകാശമാണ്. അതുപോലെ തന്നെ നിയമസേവനം. എല്ലാവർക്കും ഈ പറഞ്ഞ കാശ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നല്ല വക്കീലിനെ വയ്ക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിയമസേവനം അതിനകത്ത് ജയിലിനകത്ത് അവന് കിട്ടണം. മതവിശ്വാസം തുടരാൻ പറ്റും. മതിയായ ആഹാരക്രമത്തിന് അവകാശമുണ്ട്, നിയമസേവനത്തിന് അവകാശമുണ്ട്. അതുപോലെ തന്നെ വൈദ്യസഹായത്തിനും അവകാശമുണ്ട്. വൈദ്യസഹായം, നിയമസേവനം മാത്രമല്ല, വൈദ്യസഹായത്തിനും അവന് എന്തുണ്ട്? അവകാശമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മനുഷ്യന് ചേർന്ന അന്തസ്സ്. മനുഷ്യന് ചേർന്ന അന്തസ്സ്. അവൻ തടവ് പുള്ളിയാണ്, പക്ഷേ ഈ പറഞ്ഞ അവിടെ അന്തസ്സോടുകൂടി ഈ പറഞ്ഞ് കഴിയാനായിട്ട് പറ്റണം, അല്ലെ? അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടിസ്ഥാന മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള അവകാശമാണ് ഒന്ന്, അല്ലെ? രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മൂന്നാമത്തത് സമത്വ അവകാശമാണ്. നാലാമത്തത് അന്തസ്സാണ്, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, അല്ലെ? ഡിഗ്നിറ്റി ഈ പറഞ്ഞ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ പെടുന്ന ഒന്നാണ്. അപ്പോൾ തടവ് പുള്ളികൾക്ക് ഈ പറഞ്ഞ അന്തസ്സിന് ചേർന്ന വിധത്തിൽ ജീവിക്കാനായിട്ട് പറ്റണം. ശുചിത്വമുള്ള ജീവിത സാഹചര്യം. തടവ് പുള്ളി ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ചാണകക്കുഴി കൊണ്ടിടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ശുചിത്വമുള്ള ജീവിത സാഹചര്യം അവന് എന്താണ്? അവൻ്റെ അവകാശമാണ്. കുടുംബവുമായുള്ള ആശയവിനിമയം. അപ്പോൾ കുടുംബവുമായിട്ടുള്ള ആശയവിനിമയത്തിനുള്ള അവകാശമുണ്ട്. ശരിയായ വസ്ത്രം. ആഹാരം പോലെ തന്നെ വസ്ത്രവും പ്രധാനപ്പെട്ടതാണ്. ആഹാരം വസ്ത്രവും ഒക്കെ ബേസിക് റൈറ്റിനകത്ത് വരുന്നതാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ആഹാരക്രമം, അതുപോലെ തന്നെ ശരിയായ വസ്ത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണം. ഒരു തരത്തിലും ഒരു തടവ് പുള്ളി ജയിലിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണം, ഇതെല്ലാം അവൻ്റെ അവകാശമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് അവൻ്റെ അവകാശം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതല്ലാത്ത കുറേ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് തരും. തന്നിട്ട് ഇത് അവകാശമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഉത്തരം പറയണം. അപ്പം ഞാൻ പറഞ്ഞു, അവൻ്റെ ഭക്ഷണം അവൻ്റെ അവകാശമാണ്, വസ്ത്രം അവൻ്റെ അവകാശമാണ്, ശുചിത്വം അവൻ്റെ അവകാശമാണ്, അല്ലേ? പക്ഷെ അവൻ കുളിക്കുമ്പോൾ ലെഗ്സ് ഇട്ടേ കുളിക്കും, എനിക്ക് ലെഗ്സ് സോപ്പ് വേണം എന്ന് പറഞ്ഞ് അവിടെ കൊടുക്കാനായിട്ട് പറ്റുമോ? അല്ലേ? അത് പറ്റുമോ? അത് പറ്റൂല, അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമുള്ള ഭക്ഷണം, കുഴിമന്തിയാണ് അവന് വേണ്ടത്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം കുഴിമന്തി വേണം. ഇഷ്ടമുള്ള ഭക്ഷണം. വസ്ത്രം, അവൻ ഈ പറഞ്ഞ ജീൻസും ടീഷർട്ടുമേ അതിനകത്തിട്ടുകൊണ്ട് നടക്കുകയുള്ളൂ. ഇഷ്ടമുള്ള വസ്ത്രം അതാണ്. പറ്റോ? ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ അവകാശങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെ പറ്റത്തില്ല? ഇതിൻ്റെ നിയമത്തിനകത്ത് നിൽക്കണം. നിയമത്തിന് പുറത്തു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ എന്ത് തരും? ചോയ്സ് തരും. അതിനെ ഈ പറഞ്ഞ് എന്ത് ചെയ്യണം? ചോയ്സിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ഉത്തരവ് എഴുതാൻ പറ്റണം. അപ്പോൾ ഒരു ധാരണ കിട്ടാൻ വേണ്ടി അത്രയും പറഞ്ഞതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ നീക്കം ചെയ്യുന്ന സാഹചര്യം നിയമത്തിൽ പറയുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ജയിൽ ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്യും? നീക്കം ചെയ്യും. ഏത് സാഹചര്യത്തിലൊക്കെയാണ് ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ നീക്കം ചെയ്യുന്നത്? ഒന്ന് നോക്ക്. തടവുകാരിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നു, അല്ലേ? ഒരു തടവുകാരൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ എവിടെ പോയേക്കാണ്? അവധിയിൽ വീട്ടിൽ പോയേക്കാണ്. അപ്പോഴേ പറഞ്ഞു വിടുകയാണ്, തിരിച്ചു വരുമ്പോൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ കൊണ്ടുവേണം വരാൻ എന്ന് പറഞ്ഞു വിടുന്നു. അതിനനുസരിച്ച് അവൻ ഈ പറഞ്ഞ പാരിതോഷികങ്ങൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ തടവ് പുള്ളി അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആണ് എങ്കിൽ, അങ്ങനെയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ പറഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ? പിരിച്ചുവിടാം. തടവുകാരിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിക്കുന്നത് ഈ പറഞ്ഞ കുറ്റകരമാണ്. ജയിൽ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് കുറ്റകരമാണ്.
അതുപോലെ തടവുകാരുമായി കച്ചവട ഇടപാടുകൾ. തടവുകാർക്ക് ഈ പറഞ്ഞ കഞ്ചാവിൻ്റെ ബിസിനസ്സാണ് ഉള്ളത്. പക്ഷേ ആ പറഞ്ഞ ബിസിനസ്സിനകത്ത് ഈ പറഞ്ഞ ജയിൽ ഉദ്യോഗസ്ഥനും പങ്കാളിയാണെന്ന് സങ്കല്പിച്ചു നോക്ക്. നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതല്ല, ഏത് തരത്തിലുള്ള കച്ചവട ഇടപാടുകളും ഈ പറഞ്ഞ തടവ് പുള്ളികളുമായിട്ട് ആരും നടത്താൻ പാടില്ല, ജയിൽ ഉദ്യോഗസ്ഥർ നടത്താൻ പാടില്ല. അങ്ങനെ നടത്തി എന്ന് തെളിഞ്ഞാൽ അയാളെ ഈ പറഞ്ഞ് എന്ത് ചെയ്യാം, പറഞ്ഞ് വിടാം. ഇനി അത് കഴിഞ്ഞിട്ട് പ്രിസൺ കരാറുകളിൽ തൽപരരാകുമ്പോൾ ജയിലിൽ ഈ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരും. ഈ തടവ് പുള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രം വേണം, അതുപോലെ തടവ് പുള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ, അങ്ങനെ ഒരുപാട് കരാറുകൾ ജയിലുകളിൽ ഉണ്ടാവാറുണ്ട്. ആ കരാറുകളിൽ ഈ പറഞ്ഞ ഒരു ജയിൽ ഉദ്യോഗസ്ഥന് താല്പര്യം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് അഴിമതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അത്തരം കരാറുകളിൽ ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്താവരുത്, തൽപരനാകരുത്. അങ്ങനെ ആകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, അയാളെ നീക്കം ചെയ്യാം. ഈ നിയമത്തിനകത്ത് പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഇവിടെയാണ്. നിങ്ങളുടെ അടുത്ത് ജയിലിൽ നിന്ന് 5 ചോദ്യം ചോദിക്കും. അതിൽ ഒരു ചോദ്യം ഇരിക്കുന്നു നിങ്ങളുടെ ഒരു ചോദ്യം. ഇനി ബാക്കി 4 ചോദ്യം മാത്രം പഠിച്ചാൽ മതി. ജയിലില് അച്ചടക്ക സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടായിരിക്കും, അല്ലെ? ജയിലിൽ അച്ചടക്ക ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അച്ചടക്ക സമിതി ഉണ്ടായിരിക്കും. ആ അച്ചടക്ക സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കും, അല്ലെ? ഒരു ജയിലിനെ സംബന്ധിച്ചിടത്തോളം ജയിലിന്റെ പ്രധാന അധികാരി ആരാണ്? ജയിൽ സൂപ്രണ്ടാണ്. ഒരു ജയിലിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? ജയിൽ സൂപ്രണ്ടാണ്, അല്ലെ? അപ്പോൾ ജയിൽ അച്ചടക്ക സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജയിൽ സൂപ്രണ്ട് ഉണ്ടായിരിക്കും. ആരുണ്ടായിരിക്കും? ജയിൽ സൂപ്രണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ജയിൽ സൂപ്രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ സാധ്യത ജോയിന്റ് സൂപ്രണ്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട്. അപ്പോൾ ജയിൽ സൂപ്രണ്ട് ഉണ്ട്. ജയിൽ സൂപ്രണ്ട് കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവും? ജോയിന്റ് സൂപ്രണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട്, ആരെങ്കിലും ഒരാൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ശ്രദ്ധിച്ചോണം, വെൽഫെയർ ഓഫീസർ. വെൽഫെയർ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ജയിലിനകത്തുണ്ടായിരിക്കും. അതായത് തടവ് പുള്ളികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ. തടവ് പുള്ളികൾക്ക് പലതരത്തിലുള്ള മാനസികവും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് അവനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ജയിലുകളിൽ ഉണ്ടായിരിക്കും. ആ ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ സാധാരണഗതിയിൽ ഒരു കൗൺസിൽ, നമ്മളൊരു കൗൺസിലറെ കാണാനായിട്ട് പോകുമല്ലോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കൗൺസിലറെ കാണാൻ പോകും. അതുപോലെ ഈ പറഞ്ഞ ജയിലിലെ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആര്? ഈ പറഞ്ഞ വെൽഫെയർ ഓഫീസർ. അവൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടുകയും അവന് ഈ പറഞ്ഞ ആശ്വാസമൊക്കെ നൽകാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ആര് എന്ന് ചോദിച്ചാൽ വെൽഫെയർ ഓഫീസർ എന്ന് പറയണം. അപ്പോൾ എന്തായാലും വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ചോയ്സുകൾ ഉണ്ടാവും. ആ ചോയ്സ് കാണുമ്പോൾ മനസ്സിലാവണം വെൽഫെയർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ ആളാണ്. അപ്പോൾ അയാളുമായിട്ട് ബന്ധപ്പെടുന്ന പ്രസ്താവനയാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ് തിരഞ്ഞെടുത്താൽ മതിയല്ലോ. അപ്പോൾ ജയിൽ അച്ചടക്ക സമിതിയിൽ ജയിൽ സൂപ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് കഴിഞ്ഞാൽ ജോയിന്റ് സൂപ്രണ്ട് അല്ലെങ്കിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉണ്ട്, അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ വെൽഫെയർ ഓഫീസർ ഉണ്ട്, അതും കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 4 പേര് എവിടെയുണ്ട്? ജയിൽ അച്ചടക്ക സമിതിയിലുണ്ട്. അപ്പോൾ ജയിൽ അച്ചടക്ക സമിതിയിൽ ജയിൽ സൂപ്രണ്ട് കാണും, ജോയിന്റ് സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ കാണും, വെൽഫെയർ ഓഫീസർ കാണും, മെഡിക്കൽ ഓഫീസർ കാണും. ഇനി അടുത്തതാണ് ചോദ്യം, ഈ പറഞ്ഞ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? സമിതിയാകുമ്പോൾ സമിതിക്ക് ഒരു അധ്യക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ സമിതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ജയിൽ സൂപ്രണ്ടാണ്. അപ്പോൾ ജയിലിലെ അച്ചടക്ക സമിതി, ആ അച്ചടക്ക സമിതിയുടെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജയിൽ സൂപ്രണ്ടാണ്. 1 മാർക്ക് വേണമെങ്കിൽ പന്തായം വെക്കാം. 1 മാർക്ക് പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിരിക്കും. അപ്പോൾ ഈ പറഞ്ഞത് ഓർത്ത് വയ്ക്കുക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് പ്രത്യേകം മാറ്റിപ്പാർപ്പിക്കേണ്ട തടവുകാർ. ഞാനിപ്പോൾ നിയമമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് ആക്ട് 2010. ആ നിയമത്തിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകം മാറ്റിപ്പാർപ്പിക്കേണ്ട തടവുകാർ. ഏതൊക്കെ തടവുകാരെയാണ്? മറ്റുള്ള തടവുകാരുടെ കൂട്ടത്തിൽ ഇവരെ കൊണ്ടിടാൻ പാടില്ല, പ്രത്യേകം മാറ്റിപ്പാർപ്പിക്കണം. അങ്ങനെ മാറ്റിപ്പാർപ്പിക്കേണ്ട തടവുകാർ ആരൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് ഡെറ്റിന്യൂ. ആരാണ് ഡെറ്റിന്യൂ എന്ന് അറിയാം. എന്താണ്? ഈ പറഞ്ഞ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതാണ്. ഇയാൾ കുറ്റമൊന്നും ചെയ്തിട്ടുള്ള ആളല്ല, അല്ലെ? ഇയാൾ എന്താണ്? കരുതൽ തടങ്കലിൽ എടുത്തിട്ടുള്ള ഈ പറഞ്ഞ ആളാണ് ആര്? ഡെറ്റിന്യൂ എന്ന് പറഞ്ഞു. ഡെറ്റിന്യൂയെ ഈ പറഞ്ഞ എവിടെ കൊണ്ടിടരുത്? മറ്റു തടവ് പുള്ളികളുടെ കൂട്ടത്തിൽ ഇടരുത്. കാരണം ഇയാൾ ഇപ്പോൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഡെറ്റിന്യൂ. ഇനി അത് കഴിഞ്ഞിട്ട് സൈനിക തടവുകാർ.
അല്ലെ, യുദ്ധത്തിലോ വല്ലതോ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൈനികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കും. അങ്ങനെയുള്ള സൈനിക തടവുകാർ, ആ സൈനിക തടവുകാരെ മറ്റു പ്രതികളുടെ കൂട്ടത്തിൽ കൊണ്ടിടരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിദേശ തടവുകാർ, അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ ലോക്കൽസിന്റെ ഇടയിൽ കൊണ്ട് ഇടരുത്, അവരെയും കൂടെ ഇല്ലാതാക്കരുത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വിദേശ തടവുകാർ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപകടകാരികളായിട്ടുള്ള തടവുകാർ. ഈ പറഞ്ഞ അപകടകാരികളായിട്ടുള്ള തടവുകാരുണ്ട്, ചുറ്റിക കെട്ടി അപ്പൊ തലയിലടിക്കും. അപ്പൊ അങ്ങനെയുള്ള തടവുകാരെ ഈ പറഞ്ഞ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടിട്ടാൽ എന്തായിരിക്കും സ്ഥിതി, അല്ലെ? നമ്മൾ അവിടെയാണെന്ന് സങ്കല്പിക്കുക. അപ്പൊ ചുറ്റിക കിട്ടിയാൽ എപ്പോഴും തലക്കടിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു തടവുകാരൻ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഉറങ്ങാൻ പറ്റോ? ഇല്ല. അപ്പൊ അപകടകാരികളായിട്ടുള്ള തടവുകാരെ പ്രത്യേകം മാറ്റി പാർപ്പിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് സാംക്രമിക രോഗം പിടിപെട്ടവർ, സാംക്രമിക രോഗം, അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ പകർച്ചവ്യാധികളുള്ള ഒരാളെ ആണെങ്കിൽ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റുമോ? ഇല്ല, അവരെ പ്രത്യേകം മാറ്റി പാർപ്പിക്കണം. ഇതിനൊക്കെ പുറമെ അംഗവൈകല്യമുള്ളവർ, ഇത്തിരി കുറച്ച് കൂടുതൽ പ്രായമുള്ളവർ, ശാരീരിക അസ്വസ്ഥതയുള്ളവർ, അവരെയൊക്കെ പ്രത്യേകം മാറ്റി പാർപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. എല്ലായിടത്തും അത് പാലിക്കപ്പെടാറില്ല. അപ്പോൾ ഇത്രയും കാര്യം എന്തായാലും ഉറപ്പിച്ച് വയ്ക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ആദ്യം അവിടെ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് തടവ് പുള്ളികളെ തരംതിരിക്കാറുണ്ട്. എ ക്ലാസ് തടവുകാർ, ബി ക്ലാസ് തടവുകാർ, സി ക്ലാസ് തടവുകാർ എന്നിങ്ങനെ ഈ പറഞ്ഞ തടവ് പുള്ളികളെ എത്രയായിട്ട് തരംതിരിക്കും? 3 തരംതിരിക്കും. തടവ് പുള്ളികളെ പല രീതികളിൽ തരംതിരിക്കും. ഇതിപ്പോൾ ഒരു രീതിയാണ് പറഞ്ഞത്, എ ക്ലാസ് തടവുകാർ, അല്ലെ? ഇപ്പൊ നേരത്തെ പറഞ്ഞതും തടവുകാരുടെ തരംതിരിവല്ലേ? പ്രായപൂർത്തിയാകാത്ത തടവുകാർ, പ്രായപൂർത്തിയായ തടവുകാർ, അങ്ങനെ പറയുന്ന ഒരു തരംതിരിവല്ലേ? പല രീതിയിൽ തരംതിരിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ എ ക്ലാസ് തടവുകാർ, ബി ക്ലാസ് തടവുകാർ, സി ക്ലാസ് തടവുകാർ എന്നിങ്ങനെ തടവുകാരെ എന്ത് ചെയ്യാറുണ്ട്? തരംതിരിക്കാറുണ്ട്. ആരാണ് എ ക്ലാസ് തടവുകാർ? എ ക്ലാസ് തടവുകാർക്ക് ജയിലിനകത്ത് കുറച്ച് കൂടുതൽ പരിഗണന കിട്ടും, കുറച്ച് നല്ല മുറി കിട്ടും, അവിടെ ഈ പറഞ്ഞൊരു മേശ കിട്ടും, ചിലപ്പോൾ കസേര കിട്ടും, ഈ പറഞ്ഞ കുറച്ച് നല്ല ബെഡ് കിട്ടും, വേണമെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വിരിക്കാം, പിന്നെ അവന് വേണമെങ്കിൽ ഈ പറഞ്ഞ സ്വന്തം വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് നടക്കാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യമൊക്കെ ഈ പറഞ്ഞ എ ക്ലാസ് തടവുകാർക്കുണ്ട്. അങ്ങനെ ഒരു എ ക്ലാസ് തടവുകാരനാകണമെങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് ചോദിച്ചാൽ പതിവ് കുറ്റവാളി അല്ലാത്ത ആളായിരിക്കണം. അതായത് സ്ഥിരം അവിടെ തന്നെ എപ്പോഴും വരുന്ന ആളാവരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സൽസ്വഭാവി, എപ്പോഴും തറയെ നോക്കി നടക്കുന്ന പാർട്ടിയാണ്, സൽസ്വഭാവിയാണ്. അപ്പോൾ പതിവ് കുറ്റവാളി അല്ലാത്തയാൾ, സൽസ്വഭാവി, പിന്നെ ഗുരുതരമോ നിഷ്ഠൂരമോ ആയ കുറ്റം ചെയ്തിട്ടില്ലാത്തയാൾ. കുറ്റം ചെയ്തിട്ടുണ്ട്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ്, പക്ഷെ വളരെ ഗുരുതരമോ നിഷ്ഠൂരമോ ആയിട്ടുള്ള കുറ്റകൃത്യമൊന്നും ചെയ്ത ആളല്ല, സൽസ്വഭാവിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പതിവ് കുറ്റവാളിയുമല്ല. അങ്ങനെ ഒരാളെ നമുക്ക് ജയിലിൽ വേണമെങ്കിൽ, ജയിൽ സൂപ്രണ്ടിന് അല്ലെങ്കിൽ ജയിൽ അധികാരികൾക്ക് വേണമെങ്കിൽ എ ക്ലാസ് തടവുകാരൻ എന്ന പരിഗണന കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ബി ക്ലാസ് തടവുകാർ. ബി ക്ലാസ് തടവുകാർ എന്ന് പറയുമ്പോൾ ആരാണ്? ഉയർന്ന സാമൂഹിക പദവിയിലുള്ള, ഉയർന്ന ജീവിത ശൈലിയിൽ ജീവിച്ച ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഉയർന്ന സാമൂഹിക പദവി, ജീവിതശൈലി, ഇവർക്ക് വേണമെങ്കിൽ എ ക്ലാസ് തടവുകാരും ആകാം. പക്ഷേ എ ക്ലാസ് തടവുകാരാകണമെങ്കിൽ ഈ പറഞ്ഞ സൽസ്വഭാവി ആയിരിക്കണം. ഇത് സംഭവമൊക്കെ ശരിയായിരിക്കും. എന്താണ്? ഉയർന്ന സാമൂഹിക പദവിയുണ്ട്, ജീവിതശൈലിയുണ്ട്, PhD ഉണ്ട്, പക്ഷെ സ്വഭാവം ഈ പറഞ്ഞ കാശിന് കൊള്ളത്തില്ല. അങ്ങനെയുള്ളതിനെ എവിടെ ആക്കാൻ പറ്റൂല? എ ക്ലാസ് തടവ് പുള്ളികളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. പക്ഷേ ബി ക്ലാസ്സിൽ വേണമെങ്കിൽ ഇവരെ ഒക്കെ ഉൾക്കൊള്ളിക്കാം. ഉയർന്ന സാമൂഹിക പദവിയുണ്ട്, ജീവിതശൈലിയുണ്ട്, ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, സൽസ്വഭാവികളായിട്ടുള്ള പതിവ് കുറ്റവാളികൾ, പതിവ് കുറ്റവാളികൾ എന്നും വരുന്ന ആൾക്കാരാണ് ഇവർ, പക്ഷെ സൽസ്വഭാവികളാണ്. അപ്പോൾ സൽസ്വഭാവികളായിട്ടുള്ളതും പതിവ് കുറ്റവാളികളായിട്ടുള്ളതും എന്നാൽ ഉയർന്ന സാമൂഹിക പദവിയും ജീവിതശൈലി, ഉയർന്ന വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളെ ആണെങ്കിൽ എ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. കാരണം ഇവൻ പതിവ് കുറ്റവാളിയാണ്. ഇവനെ എ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഈ പറഞ്ഞ ഇവനെ എവിടെ ഉൾക്കൊള്ളിക്കാം? ബി ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാം. ഇവൻ ചെയ്ത കുറ്റം എന്നൊക്കെ പറയുന്നത് വളരെ കൊടൂരമായിട്ടുള്ള കുറ്റകൃത്യമായിരിക്കും ചെയ്തത്, എന്നാലും സൽസ്വഭാവിയാണ്, PhD ഉണ്ട്, ഈ പറഞ്ഞ കുടുംബ പാരമ്പര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ അങ്ങേയറ്റം പേരും രാജാവിൻ്റെ കുടുംബമൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റൂല, ബി ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ സി ക്ലാസിൻ്റെ കാര്യം ഇനി പറയണോ? എ ക്ലാസ്സിലും ബി ക്ലാസ്സിലും ഉൾക്കൊള്ളിക്കാത്തവരെയാണ് സി ക്ലാസ്സിൽ പെടുത്തുന്നത്. വളരെ അധമമായിട്ടുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ സഭ്യേതരമായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരായിരിക്കും മിക്കവാറും ഈ പറഞ്ഞ സി ക്ലാസ് തടവുകാർ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ എ ക്ലാസ് ഉണ്ട്, ബി ക്ലാസ് ഉണ്ട്, സി ക്ലാസ് ഉണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന തരും,
എ ക്ലാസ് എന്നോ ബി ക്ലാസ് എന്നോ തരംതിരിക്കപ്പെടാത്ത തടവുകാർ സി ക്ലാസ് തടവുകാരാണ്. ശരിയോ തെറ്റോ? ശരിയായുള്ള പ്രസ്താവനയാണ്. അധമവും സഫേദരവുമായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർ സി ക്ലാസ് തടവുകാരാണ്. ശരിയോ തെറ്റോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ 1, 2 പ്രസ്താവനകൾ ശരിയാണ്. ഈ രീതിയിലാണ് ഇവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്. അടുത്തത്, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരന് അവധിക്ക് അവകാശമില്ല. തടവുകാരന് അവധി കിട്ടും. അതിൻ്റെ കാര്യമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അത് പിന്നീട് പഠിക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഈ നിയമമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരന് അവധിക്ക് അവകാശമുണ്ടോ? ഇല്ല. അവൻ അവധി കിട്ടത്തില്ല, വീട്ടിൽ പോകാൻ പറ്റത്തില്ല, അവധിക്ക് അവകാശമില്ല. അകമ്പടി സന്ദർശനത്തിന് അവകാശമുണ്ടോ? അകമ്പടി സന്ദർശനം പോലീസുകാരുടെ കൂട്ടത്തിൽ വെളിയിൽ പറഞ്ഞ് പോകാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പറ്റുമോ? അങ്ങനെയും പറ്റൂല. അതായത് മരണശിക്ഷയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരന് അവധിക്ക് അവകാശമില്ല, അതുപോലെ അകമ്പടി സന്ദർശനത്തിനും അവകാശമില്ല, അല്ലേ? അപ്പം അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചെടുക്കണം. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുസ്തകം ആസ്ഥ അക്കാഡമി തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി, കുറച്ചുകൂടി ഞാൻ പറഞ്ഞതിനേക്കാളും വായിച്ചു പഠിക്കാൻ പറ്റുന്ന വിധത്തിൽ ലളിതമായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു പുസ്തകം, ഞാൻ തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. അതുകൊണ്ട് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. 88 പേജുകൾ മാത്രമേ ഉള്ളൂ, A5 സൈസാണ്. 85 രൂപയാണ് പുസ്തകത്തിൻ്റെ വില. പുസ്തകത്തിന് എത്ര രൂപ വിലയുള്ളൂ? 85 രൂപ മാത്രമേ വിലയുള്ളൂ. 88 പേജേ ഉള്ളൂ. 88 പേജെന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം ഈ 88 പേജിലുണ്ട്. അതായത് അതിനകത്ത് നല്ല ഒരു സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. നല്ലൊരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വാരി വലിച്ച കാര്യങ്ങളൊന്നും വയ്ക്കാതെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം വച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രമേ വച്ചിട്ടുള്ളൂ. പരീക്ഷയ്ക്ക് ഏത് ചോദിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. ആ ധാരണയ്ക്കനുസരിച്ച് ചോദ്യങ്ങൾ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പഠനഭാരം ഒരുപാട് കുറഞ്ഞിരിക്കും. ഈ പുസ്തകം വാങ്ങിയാൽ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാം. പുസ്തകത്തിനകത്ത് പേജ് കുറവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദ്യങ്ങൾ ഈ പറഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് 20 മാർക്കുള്ള ചോദ്യങ്ങളാണ്. മാർക്കിന് കുറവൊന്നുമില്ല, പേജേ കുറവുള്ളൂ. 20 ചോദ്യം ചോദിക്കുമെങ്കിൽ ആ 20 ചോദ്യങ്ങളും ഈ പറഞ്ഞ പുസ്തകത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച് പഠിക്കണം. സാധാരണ നിങ്ങൾ വിവരാവകാശ നിയമം മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുന്നത് പോലെയല്ല. ഇവിടെ 5 മാർക്കിനാണ് ആ ചോദ്യം, ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അതിനനുസരിച്ച് ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. മനുഷ്യാവകാശ നിയമം 5 മാർക്കിനാണ് ഈ ഭാഗത്ത് ചോദ്യം വരുന്നത്. അതിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. ജയിലിൻ്റെ ഘടനാ പ്രവർത്തനം 5 മാർക്കിന് ചോദ്യം വരും, അതിനനുസരിച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. സൈക്കോളജി ഉണ്ട്, അതും ഇതിനകത്തുണ്ട്. 5 മാർക്കിനാണ് ചോദ്യം വരുന്നത്. സാധാരണ സൈക്കോളജിയൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് പേടിയുള്ള സാധനമാണ്. പക്ഷേ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു നോക്ക്, നിങ്ങൾ സൈക്കോളജിയൊക്കെ ഇരുന്ന് വായിക്കും. ആ വിധത്തിൽ ലളിതമായിട്ട് താല്പര്യമുണ്ടാക്കത്തക്ക വിധത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വാങ്ങിയവർ അഭിപ്രായം പറയട്ടെ. ഈ പുസ്തകം വാങ്ങിയവർ അഭിപ്രായം പറയട്ടെ. അല്ലെങ്കിൽ അവരോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ വാങ്ങിയാൽ മതി. അതിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലമൊന്നും ഈ പുസ്തകം കിട്ടത്തില്ല, വളരെ പെട്ടെന്ന് തന്നെ ഈ പുസ്തകം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ താല്പര്യമുണ്ട് എങ്കിൽ എന്താ ഒരു UPI കൊടുത്തിട്ടുണ്ട്. ഈ UPI നിങ്ങൾക്ക് ഈ പറഞ്ഞ പേയ്മെൻറ്റ് ചെയ്യാം. 85 രൂപ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. അവർ പറയുന്നതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചിലപ്പോൾ വിളിച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല, എൻഗേജ്ഡ് ആയിരിക്കും, ബിസിയായ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താലും മതി, വാട്സപ്പ് ചെയ്താലും മതി, ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. ഈ നമ്പറിൽ 85 രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഡ്രസ്സ്, ഇതിൻ്റെ സ്ക്രീൻഷോട്ടും വ്യക്തമായിട്ടുള്ള അഡ്രസ്സ്, അതുപോലെ തന്നെ എന്തും വേണം, പിൻകോഡും വേണം. പിൻകോഡ് ഇല്ലാതെ പുസ്തകം അയക്കാനായിട്ട് പറ്റത്തില്ല. വ്യക്തമായ പിൻകോഡും അയച്ചു തന്നാൽ ഈ 4-5 ദിവസത്തിനകത്ത് പുസ്തകം കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തും. ആ കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള ചാർജാണ് പറഞ്ഞത് 85 രൂപ. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അതവിടെ നിൽക്കട്ടെ. പുസ്തകം വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെയാണ്. പക്ഷേ ഈ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എടുത്ത ക്ലാസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് എടുത്ത ക്ലാസ്സാണ്. ഈ ക്ലാസ് കൊണ്ട് ഗുണം കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഈ വീഡിയോ കൂടുതൽ പേരിലോട്ട് എത്തിക്കണം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.